ക്ഷേമ പെൻഷൻ മാത്രമല്ല, ക്ഷേമനിധി ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. അംശാദായം അടയ്ക്കുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ മരണാനന്തര സഹായം മുതൽ പ്രസവാനുകൂല്യം വരെ മുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. മരണാനന്തര സഹായം മാത്രം സംസ്ഥാനത്ത് നൽകാനുള്ളത് 9 കോടിയിലധികം രൂപയാണ്. തൊഴിലാളി പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് INTUC. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാത്രമല്ല, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയും വിതരണം നടത്തുവാനുള്ളത് കോടികളാണ്. ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്നതിൻ്റെ ഒരു വിഹിതമാണ് ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. എന്നാൽ മരണാനന്തര സഹായം മുതൽ പ്രസവാനുകൂല്യം വരെ കഴിഞ്ഞ 1 വർഷത്തിലധികമായി വിതരണം നടത്തിയിട്ടില്ല. വിവാഹ ധനസഹായം നൽകാനുള്ളത് സംസ്ഥാനത്ത് 16,425 പേർക്ക്. ഇതിനു മാത്രം നൽകേണ്ടത് 16,42,80,000 വരും. പ്രസവാനുകൂല്യം ലഭിക്കേണ്ടത് 773 പേർക്ക്. നൽകേണ്ട തുക 89 ലക്ഷം. ചികിത്സാ ധനസഹായം നൽകേണ്ടത് 1,717 പേർക്ക്. നൽകേണ്ടത് 47,59,000 മരണാനന്തര ആനുകൂല്യം ലഭിക്കേണ്ടത് 1,774 പേർക്ക്. നൽകേണ്ടത് 9,26,00,000 രൂപ. പണിയെടുത്തിരുന്ന കാലത്ത് മുടങ്ങാതെ അംശാദായം അടച്ചിരുന്ന തൊഴിലാളികൾ മരണപ്പെട്ടിട്ട് പോലും അർഹതപ്പെട്ടവർക്ക് പണം നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് കിട്ടേണ്ടുന്ന സമാശ്വാസ സഹായമടക്കം മരണാനന്തര ആനുകൂല്യമടക്കം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരണാനന്തര ആനുകൂല്യം കിട്ടേണ്ട ആളുകൾ ഏതാണ്ട് 7,000-ലധികം ആളുകളുണ്ട്. വിവാഹ ധനസഹായം കിട്ടേണ്ട ആളുകൾ 15,000-ഓളം ആളുകളുണ്ട്. പ്രസവകാല ആനുകൂല്യം കിട്ടേണ്ടുന്ന ആളുകൾ കേരളത്തിൽ അങ്ങോളം 10,000-ലധികമുണ്ട്. അംശാദായകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാനാണ് INTUCയുടെ തീരുമാനം. മറ്റ് പദ്ധതികളുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ വിവിധ ക്ഷേമ പദ്ധതികൾ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് കേരളത്തിലെ ക്ഷേമ പദ്ധതികളെയും തൊഴിൽ മേഖലകളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. പ്രസവാനുകൂല്യവും മരണാനന്തര സഹായവും മാത്രമല്ല, ക്ഷേമനിധി വഴി കുടുംബ പെൻഷനും സ്വാന്തന പെൻഷനും വാങ്ങുന്നവർ 3.5 ലക്ഷത്തിലധികമുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം 1 വർഷത്തിലധികമായി ഇതും കുടിശ്ശികയിലാണ്. ഈ തൊഴിലാളികളെ പോലെ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ആനുകൂല്യങ്ങളടക്കം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ചത്. എന്നാൽ അവരൊക്കെ മരണപ്പെട്ടിട്ടും നാളുകൾ പിന്നിടുമ്പോഴും അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അത് തിരിച്ചു നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, എന്താണ് ഇതിനൊരു പരിഹാരമായി തൊഴിലാളി സംഘടനകൾ പറയുന്നത്? ഇപ്പോൾ പ്രതിഷേധവുമായി ഒരു സംഘടന മാത്രമാണ്, INTUC മാത്രമാണ് രംഗത്തേക്ക് വരാനായി ആലോചിക്കുന്നത്. മറ്റ് സംഘടനകളുടെയൊക്കെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? സുജയ പാർവതി, ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് ഈ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയാൽ അത് സർക്കാർ നൽകുന്ന തുകയാണ്. എന്നാൽ ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഓരോ അംശാദായകർക്കും അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർ പണിയെടുക്കുന്നതിൽ നിന്ന് തുച്ഛമായ തുക മാറ്റിവെച്ച് ഓരോ വർഷവും കൃത്യമായി അടയ്ക്കുന്നതാണ്. ആ അടയ്ക്കുന്ന പണം എവിടെ എന്ന ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെടുന്ന ആളുടെ അനന്തരാവകാശി ആരാണോ അയാൾക്ക് കിട്ടേണ്ട പണം ഇദ്ദേഹം പറ്റുന്ന കാലത്ത് പണിയെടുത്ത് അടച്ചിരിക്കുന്ന പൈസയും സർക്കാരിന്റെ വിഹിതവും അടക്കം ചേർത്ത് കൃത്യമായി തിരിച്ചു നൽകേണ്ടതാണ്. എന്നാൽ അത് വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ പണവും ഈ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്ന പണവും സർക്കാർ വകമാറ്റി മറ്റെവിടെയോ ചെലവഴിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കോടിയിലധികം രൂപ, ഈ മരണാനന്തര സഹായമടക്കം 9 കോടിയിലധികം രൂപ ഇപ്പോഴും നൽകാൻ കിടക്കുന്നു എന്നുള്ളതാണ്. എല്ലാം ആനുകൂല്യങ്ങളും ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ ധനസഹായം, അതുപോലെ തന്നെ പ്രസവാനുകൂല്യങ്ങൾ, ആശുപത്രി ആവശ്യം, അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾ അടക്കം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മരണപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട സഹായമുണ്ട്. അത് ആദ്യഘട്ടമായി കൊടുക്കുന്ന പൈസയാണ്. ആ പൈസ പോലും ഇതുവരെ ഇവർക്ക്, ഈ അംശാദായകർക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിർമ്മാണ തൊഴിലാളി എന്ന് പറയുന്നത്. ഈ ശക്തമായിട്ടുള്ള വെയിലും മഴയും ഒക്കെ നോക്കാതെ വലിയ കഷ്ടപ്പാട് സഹിച്ച് ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾ, അവർക്ക് ഇത് പിന്നീട് തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ആ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പോടു കൂടി തന്നെയാണ് ഈ പണം അടയ്ക്കുന്നത്. എന്നാൽ അതിൽ സർക്കാർ മുഖം തിരിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇത് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ചർച്ച ചെയ്യപ്പെടുകയോ ഇല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയോ സർക്കാർ ഇക്കാര്യങ്ങൾ എന്ന് കൊടുക്കും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത
വ്യക്തത വരുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറെ പ്രധാനത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.